മുസ്ലിം സമൂഹത്തിനിടയിൽ ഇന്ന് ധാരാളം വ്യവഹാരങ്ങളും സംഭാഷണങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ട്. ശരീഅത്ത് അനുസരണം, സാമ്പത്തികം, ഹലാൽ തുടങ്ങിയവയെക്കുറിച്ചാണ് അവ. ഞാൻ ഒന്നിനെയും വിമർശിക്കുന്നില്ല. ഇത്തരം സേവനങ്ങൾ നൽകുന്നവർ നല്ലവരാണ്. പ്രയോജനകരമായ സേവനങ്ങളാണ് ആവശ്യമുള്ളവർക്കായി ലഭ്യമാക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം മറന്നീക്കി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം സംഭാഷണങ്ങൾ നമുക്കൊരു ഒഴിയാബാധയായി മാറിയിരിക്കുന്നു. എനിക്ക് ആവശ്യമില്ലാത്തവ ഞാൻ എങ്ങനെ നേടും? അത് നേടുന്നതിൽ എനിക്കൊരു ന്യായവുമില്ല. അത് നേടുന്നതിൽ എനിക്കൊരു വിശദീകരണവും നൽകാനില്ല. ഒരു വിധത്തിൽ അത് കരസ്ഥമാക്കാനുള്ള വഴികൾ തേടും. അതെന്നെ കൂടുതൽ ഹൃദ്യമാക്കുകയും ചെയ്യും. മുസ്ലിം സമൂഹത്തിനിടയിൽ ഇത്തരം സംഭാഷണങ്ങൾ നമുക്കൊരു ഒഴിയാബാധയായി മാറിയിരിക്കുന്നു. ഇസ്ലാമിക ധനവ്യവഹാരം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഹലാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്ലാമിക ബാങ്കിംഗ് നിയന്ത്രണ വ്യവസ്ഥ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക. അതാണ് ഇസ്ലാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവ ഒന്നും നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ശരീഅത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയാണ് നിങ്ങളുടേതെന്ന് അത് അർത്ഥമാക്കുന്നു. അത് വളരെ ലളിതമാണ്. എനിക്കറിയാം, ഏറെ ലളിതമായി പറയപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവാണെ അതങ്ങനെയല്ല. നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഞാൻ വിശദമാക്കി തരട്ടെ. ചിലയിടങ്ങളിൽ ചില മനുഷ്യർക്കിടയിൽ ഒരു വീട് വാങ്ങുന്നതിലേക്ക് സംഭാഷണങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അത് വ്യക്തിപരമായി ഞാൻ അംഗീകരിക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ പക്കൽ ജീവിക്കുന്നയാളല്ല. എനിക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയില്ല. എങ്കിൽ ഞാൻ പറയുന്നു, നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ നമുക്കൊരു വീട് വേണമല്ലോ, ഒരിടത്ത് ജീവിക്കണമല്ലോ, എൻ്റെ കുടുംബത്തെ നയിക്കണമല്ലോ. ഞാൻ എൻ്റെ മുഴുവൻ ജീവിതവും ജീവിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിലാണ്. അതെനിക്ക് തൃപ്തികരമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു നിമിഷം നിങ്ങൾക്ക് മുന്നിൽ മറന്നേക്ക് ഞാൻ സംസാരിക്കട്ടെ. ഏറെ ഉപയോഗിക്കപ്പെട്ട ഒരു കാർ നിങ്ങൾക്ക് ഓടിക്കാം. പോയ വർഷം ഞാൻ ഉപയോഗിച്ച ഒരു കാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായി ഓടിക്കുന്ന കാറിൻ്റെ ഡോറുകൾക്ക് വ്യത്യസ്ത നിറങ്ങളായിരുന്നു. പിന്നീട് ഞാൻ എന്തു ചെയ്തെന്നറിയുമോ? ഞാൻ ബിരുദധാരിയായപ്പോൾ ആ കാർ ഉപേക്ഷിച്ചു. മറ്റൊരു മികച്ച കാർ വാങ്ങുന്നതിനുള്ള പ്രാപ്തി ലഭിച്ചപ്പോൾ. നമുക്ക് വളരെ ലളിതമായൊരു നിയമമാണുള്ളത്. നമ്മുടെ പക്കൽ സമ്പത്തില്ലെങ്കിൽ അത് വാങ്ങിക്കരുത്. ചിലർക്ക് അത് ലളിതമായി പറയപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടെന്നറിയാം. പക്ഷേ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കേണ്ടത്. ഞാൻ മറ്റൊരു കാർ വാങ്ങിയില്ലെങ്കിൽ പോലും വ്യത്യസ്ത നിറങ്ങളുള്ള ഡോറുകളുള്ള ആ കാർ ഞാൻ വിൽപ്പന നടത്തിയില്ല. കാരണം എനിക്കൊരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു. അത് നല്ലൊരു അവസരമായി എനിക്ക് തോന്നി. ഞാൻ അവനെക്കൊണ്ട് അത് ഉപയോഗിപ്പിച്ചു. അതിൻ്റെ ചക്രങ്ങൾ അഴിഞ്ഞുപോകും വരെ അത് ഉപയോഗിപ്പിച്ചു. പിന്നീട് അതെൻ്റെ വഴിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ചിലരെ ഏർപ്പെടുത്തേണ്ടിയും വന്നു. പക്ഷേ ഇത്തരത്തിലാണ് ഈ പ്രക്രിയ. നിങ്ങൾക്ക് വഹിക്കാനാവുന്നില്ലെങ്കിൽ അത് വാങ്ങിക്കരുത്. അത് വളരെ ലളിതമായ നേരെ ചൊവ്വയുള്ള ഒരു തത്വചിന്തയാണ്.